أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, മഹാനെ കേൾക്കാത്ത ആരുണ്ടാവില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച താബിഉകളിലെ പ്രമുഖനായിരുന്നു ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് നല്ല വേദപണ്ഡിതനായിരുന്നു. തൗറാത്തും ഇഞ്ചീലൊക്കെ നന്നായി മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്ന മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ വയറിലേക്ക് ഒരൽപ്പം തീ, അഗ്നി അത് കടന്നു ചെല്ലലാണ് ഒരൽപ്പം, ഒരു കോപ്പ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മദ്യം ഞാൻ കുടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ വയറിലേക്ക് അല്പ തീയത്തലാണ് എനിക്കിഷ്ടം. അത്രയും മദ്യത്തോടെ എനിക്ക് വെറുപ്പം. എന്നാൽ ജുമുഅക്ക് നേരത്തെ പോകുന്നതിന് പകരം വൈകിപ്പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ വയറിലേക്ക് മദ്യമെത്തലാണ് എന്ന് ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൻ്റെ അർത്ഥം മദ്യപിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണ് ജുമുഅക്ക് വൈകിപ്പോവുക എന്നുള്ളത്. അത്രയും വെറുക്കപ്പെടേണ്ട നമ്മുടെ ഉള്ളിലേക്ക് തീ പ്രവേശിച്ചാൽ പോലും, എത്ര പ്രയാസം നേരിട്ടാൽ പോലും നമ്മൾ മദ്യപിക്കാൻ വേണ്ടി പാടില്ല എന്ന് ആജ്ഞാപിച്ച മഹാൻ പറയാ, അതിനേക്കാളും ഗൗരവമാണ്, മദ്യപിക്കുന്നതിനേക്കാളും ഗൗരവമാണ് ജുമുഅക്ക് വൈകി പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. അതുകൊണ്ട് അസുഫ ദർസുകൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, നാം ജുമുഅക്ക് നേരത്തെ പോകുന്നവരായി മാറണം. നമ്മുടെ മുൻഗാമികളൊക്കെ അതിരാവിലെ വെളിച്ചം വരുന്നതിന് മുമ്പ്, ഇന്നത്തെ പോലെ സുലഭമായി നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പണ്ട് പള്ളി ലഭ്യമായിരുന്നില്ല. ഒരു ജുമുഅ ഉള്ള പള്ളി കിട്ടണമെങ്കിൽ ഒരുപാട് നടന്ന്, ഒരുപാട് കാടുകളും മേടുകളും താണ്ടി വേണം പള്ളിയിലെത്താൻ. അപ്പോൾ സുബ്ഹിക്ക് തന്നെ വെളിച്ചം വരുന്നതിന് മുമ്പ് ചൂട്ട് കത്തിച്ചുകൊണ്ട്, വെളിച്ചമില്ലാത്തത് കൊണ്ട് പ്രഭാതത്തിൽ ചൂട്ട് കത്തിച്ച് പള്ളിയിലേക്ക് ജുമുഅക്ക് പോകുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാര്. അതുകൊണ്ട് ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളും വരണം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്ത് ആദ്യം ഉണ്ടായ ബിദ്അത്ത് അത് ജുമുഅക്ക് വൈകി പള്ളിയിൽ പോവുക എന്നുള്ളത് ബിദ്അത്ത്. വൈകി പോവുക, പള്ളിയിലേക്ക് ജുമുഅക്ക് താമസിച്ചു പോവുക എന്നുള്ള ബിദ്അത്താ. അല്ലാതെ തറാവീഹ് എട്ടായതോ, സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയതോ, ഖുതുബ മലയാളീകരിച്ചതോ അല്ലെങ്കിൽ അനറബി ഭാഷയിൽ ഓതിയതോ അങ്ങനെയുള്ള വിദഗ്ധകളൊന്നും അല്ല. സിയാറത്ത് പാടില്ല, മഹാന്മാരോട് സഹായപ്രാർത്ഥന പാടില്ല, ഇതൊന്നുമല്ല ആദ്യം ഉണ്ടായ വിദഗ്ധ. ജുമുഅക്ക് വൈകി പോവുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ജുമുഅക്ക് നേരത്തെ പോകുന്നവരായി മാറണം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.